ഹലോ ഗായ്സ്, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എൻ്റെ ചാനലിലെ ഫസ്റ്റ് വീഡിയോ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് എൻ്റെ പഴയ നാട്ടിലാണ്. അതായത് ഞാൻ പണ്ട് നിന്ന് 8 വർഷങ്ങൾക്ക് ശേഷം എൻ്റെ പഴയ നാട്ടിലേക്ക് വന്നിട്ടുള്ളത്. ആ പഴയ നാട്ടിലേക്ക് വന്ന് നോക്കുമ്പോൾ ഭയങ്കരമായിട്ടുള്ള മാറ്റം എന്നെല്ലാം വിചാരിച്ചാൽ എന്തൊക്കെയാ മാറ്റം അറിയാം. അപ്പോൾ കറക്റ്റ് ഈ സ്ഥലം വരുന്നത് വെച്ചാൽ നമ്മളെ മലപ്പട്ടം കൗന്തല ഉണക്കുണ്ടോ. അപ്പോൾ ഭയങ്കരമായിട്ടുള്ള മാറ്റം എന്നെല്ലാം വിചാരിച്ചാൽ അജാതി മാറ്റം എന്നറിയോ. അപ്പോൾ ഞാൻ കാണിച്ചു തരാം മാറ്റങ്ങൾ. കാരണം ഇവിടിൻ്റെ അപ്പുറം തന്നെയാണ് എൻ്റെ പണ്ട് ഞാൻ നിന്ന പെര. ആ പെരയെല്ലാം ഞാൻ കാണിച്ചു തരാം. പണ്ട് ഭയങ്കര നൊസ്റ്റാൾജിയുള്ള ഒരു ഏരിയയാണ് ഇത്. മാറ്റങ്ങൾ നോക്കറാ, അങ്ങോട്ടെല്ലാം കാണിച്ചു കൊടുക്കേ. അപ്പൊ പണ്ടൊന്നുമില്ല. പണ്ടെന്ന് വെച്ചാല് ഇതൊരു കട്ടറോട് തന്നെ പറയാം. എന്താ വെച്ചാൽ വലിയൊരു കൊണ്ടുപോലത്തെ ഒരു ഏരിയയാണ് ഈ മൊത്തത്തില്. അപ്പോ നല്ല ഓർമ്മയുണ്ട്. കാരണം വെച്ചാൽ ഇവിടെയാണ് പണ്ട് എന്താ ഈ കേടായ പുയ്യുവാര് തോണി ഉണ്ടാവില്ലേ, കേടായ തോണിയൊക്കെ ഇതിന്റെ മേലാണ് ഇങ്ങനെ ഈ ഏരിയയിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും. ഇവിടെ മൊത്തം കാട്, ഇവിടെ പുയ്യുവായിരുന്ന ലോറി രാവിലെ ഉണ്ടാവും പുയ്യുവായിരുന്നു കിടന്ന്. നല്ല മാറ്റം വന്നിട്ടാ ഈ 8 വർഷം കൊണ്ട് മൊത്തത്തിൽ മാറി. എങ്ങനെയുണ്ടാ ഏരിയ എന്നറിയ, മൊത്തം കാട് പിടിച്ച് അത് പിടിച്ച് വണ്ടി പോലും പണ്ട് വരൂല. അപ്പൊ മൊത്തത്തിൽ മാറി 8 വർഷം കൊണ്ട്. നമുക്ക് ഇരിക്കാനുള്ള സ്ഥലം, നല്ല തണുപ്പ്. ഇവിടെ നിന്നാണ് പണ്ട് ഈ സമയത്ത് അല്ല, പണ്ട് എന്താ അറിയോ, ഇവിടെ ഇതില്ല, എന്ത് പുയ്യുവായിരുന്നില്ലേ. അപ്പൊ ഇവിടെ ലോറി ഉണ്ടാവും, കാര്യങ്ങളുണ്ടാവും. വെള്ളം കുറവായിരിക്കും. അപ്പൊ ഇവിടുന്ന് അക്കരയിലേക്ക് നീന്തല്, തോണിയെടുത്ത് പോക്ക്. ഇപ്പൊ ഒന്നുമില്ല, വെള്ളം ഫുള്ള് കേറി. മീനെ പിടിക്കാം നേനെ. നടക്കുമ്പോ നോക്കണം ബൗദ്ധം കേട്ടാ. പണ്ട് ഇതണ്ടാ, ആ ഏരിയയിലാണ് നമ്മള് കക്ക ഓർക്കാൻ പോക്ക്. മറ്റേ കക്കയാ കൂർക്ക എന്താ പേര് പറയല്, കൂർക്ക. ഈ ഏരിയയിലാ എന്താ നമ്മളെ മുട്ടിന്റെ അത്രേ ഉള്ളൂല്ലോ. നല്ല മാറ്റമുണ്ട്. മാറ്റം നല്ല വിചാരിച്ചാൽ മാറ്റം അറിയോ. ഇതൊരു ബോട്ടെല്ലാം വരാൻ വേണ്ടി ആക്കിയാന്ന് തോന്നുന്നു. ബോട്ടും ഇല്ല, ഒന്നുമില്ല. എന്നിട്ട് വെള്ളം നോക്കറ, എജാതി വെള്ളം അറിയാം. നല്ല ഹൈറ്റ് ഉണ്ട് വെള്ളം. അക്കരെ പോയാൽ അക്കര എന്ന് പറഞ്ഞാൽ വളക്കൈയാണ്. വളക്കൈ നമ്മൾ അപ്പുറത്തേക്ക് എന്താണ് വണ്ടി എടുത്ത് പോകണമെങ്കിൽ 28-30 കിലോമീറ്റർ പോകണം അപ്പുറത്തേക്ക്. ഒരു തോണി എടുത്ത് പോയാൽ 2 മിനിറ്റോടെ അപ്പുറം എത്തും. പിന്നെ അപ്പുറത്തേക്ക് വണ്ടി എടുത്ത് പോകണമെങ്കിൽ 30 കിലോമീറ്റർ പോകണം. ഒരു തോണി എടുത്ത് പോയാൽ അപ്പുറത്തേക്ക് 2 മിനിറ്റ് ഉണ്ട്. ക്യാമറയിലുണ്ട് കേട്ടോ. ബഹുതം കേട്ടോ, ഈ നടക്കുമ്പോ നോക്കണേ. ക്യാമറയിലുണ്ടാ. ഇവിടെ ഇറങ്ങാൻ സെറ്റപ്പെട്ടാ. ഇതൊരു ബോട്ട് വരാൻ വേണ്ടി ആക്കിയാന്ന് തോന്നുന്നു. അതിന് നേരെ അപ്പുറം ഉണ്ട്. അപ്പുറം അതായത് എന്താ അതിന്റെ സ്ഥലത്ത് പേര്, കൊക്ക്. പക്ഷെ ആൾക്കാരൊന്നും വരുന്നില്ല കേട്ടാ. ആൾക്കാരെല്ലാം വരുന്ന നല്ല ഏരിയയാണ്. നല്ല മാറ്റം ഉണ്ട് കേട്ടാ. പണ്ട് നമ്മൾ ഇവിടെയാണ് വണ്ടി വെക്കല്, അതിന്റെ മേല. കാരണം പണ്ട് ഇങ്ങോളം താറിട്ടിട്ടൊന്നുമില്ല. കുറച്ചപ്പുറം വരെ ഉള്ളു. അവിടെ സ്റ്റേജ് പരിപാടി. ഈ ചായക്കടയാണ് കേട്ടാ. ആൾക്കാരെല്ലാം വരുമ്പോ ഗ്യാസ് കുറ്റിയിലുണ്ടാ. ഇങ്ങോട്ട് ഇവിടെ പണ്ടൊരു വില്ല മരം ഉണ്ടായിരുന്നു ഇവിടെ. ഇവിടെ വില്ല മരം ഇങ്ങനെ കുന്നിങ്ങനെ ഉണ്ടായിരുന്നു, ഇങ്ങനെ ചേർന്നിട്ട്. ഇപ്പൊ നോക്കറാക്കി വെച്ചിട്ട് സെറ്റപ്പ് സാധനം. പക്ഷെ ഇത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ നല്ല പാർക്കായിട്ടുണ്ടാവും കേട്ടോ. ഉള്ള ഫുഡ് കഴിക്കാൻ വേണ്ടിയുള്ള സെറ്റപ്പ് ആവും കേട്ടാ. ഇരുന്നിട്ട് മൊത്തം കാട് പിടിച്ചിട്ടുള്ളത്. നല്ല മാറ്റമുണ്ട്, പക്ഷെ എങ്കിലും മെയിൻറ്റെയിൻ ചെയ്യാത്തോണ്ട്
ഫുള്ള് കാട് കാര്യങ്ങള്. ഈ മരം പണ്ടും ഉണ്ട്, ഇപ്പൊ ഉണ്ട്, ഇത് മുറിച്ചിട്ടുമില്ല. പണ്ട് ഇതിന്റെ മേലൊരു മറ്റേ കായ ഉണ്ട്, കായ 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 പറിച്ചുണ്ട്. എന്താ കായന്റെ പേരൊന്നും അറിയില്ല. പണ്ട് ഇവിടെയാണ് വണ്ടി വെക്കല്. അവിടെ നിന്ന് കൊണ്ടുവന്നിട്ട് ബൈക്കാണെങ്കിൽ ഇവിടെ വെച്ചിട്ട് പോകും. നല്ല മാറ്റം വന്നിട്ടാ, ഒരു നൊസ്റ്റാൾജി തന്നെ മോനെ. പക്ഷെ പണ്ടത്തെ ഒരു ഇത് എന്ന് പറയുക, പണ്ടത്തെ ഇതന്നെ സംഭവം ഒരു നല്ലൊരു രസം കേട്ടോ. നൊസ്റ്റാൾജി റോയൽറ്റി സെറ്റപ്പിലാക്കിയല്ല. റോയൽറ്റാ ഊട്ടിന് അറ്റാച്ചഡ് ആണോ കേട്ടോ. എടാ ഉള്ളില് ഫാനെല്ലാം വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. ഔട്ടർ ഫാന്, ലൈറ്റ്. ആ മീനെ പിടിക്കാൻ കണ്ടോ, മീനെ പിടിക്കാൻ പണ്ടൊരു കവുങ്ങുണ്ടായിരുന്നു ആ വള്ളത്തില്. ആ കവുങ്ങ് എടുത്തവര് കവുങ്ങ് മുറിച്ചിട്ട് അതിന്റെ മേലെയാണ് എന്ത് മീനെ പിടിക്കാനുള്ള സെറ്റപ്പ് ആക്കിയിട്ടുള്ളത്. ഇവിടെ നല്ലൊരു തണുപ്പാട്ടോ ഈ ഏരിയയില്. പണ്ടേ തണുപ്പാണ്. പണ്ട് നമ്മൾ നിൽക്കുന്ന സമയത്തെ ഇത് പേടിയാടാ, പൊട്ടാനുള്ള സാധ്യത ഉണ്ട് കേട്ടോ. കവുങ്ങാണ്, അതാണ് ഇങ്ങനെ ആടുന്നത്, കയറാങ്കില്ല. പണ്ട് നമ്മൾ നിൽക്കുന്ന സമയത്ത് പാർക്ക് വരും എന്ന് പറയാനുണ്ട്. നമ്മൾ കണക്കാക്കിയിരുന്നില്ല. ഇതെപ്പോഴും എല്ലാവരും പറയുന്ന പോലെ തന്നെയാണ്, പാർക്കൊന്നും വരൂല. പണ്ട് റോഡ് വരുമെന്നാ പറഞ്ഞു. നമ്മളുള്ള സമയത്ത് ഒന്നും വരൂല. പോയിക്കതിന് ശേഷം എന്ത് വല്ല കാര്യങ്ങളും സെറ്റപ്പെല്ലാം വരും. പണ്ട് മുതലേ അങ്ങനെയാണ്. ക്യാമറയിലുണ്ട് കേട്ടോ. നമ്മൾ ആകെയുള്ള പണ്ടത്തെ പാലം, ആ പാലം ഇപ്പോൾ ഉണ്ട്, അതിനൊരു മാറ്റമില്ല. ഞാനെന്താ പണ്ടത്തെ പെര കണ്ടേ, വാ. ഇപ്പൊ ആള് താമസം ഉണ്ടെന്ന് തോന്നട്ടോ. ഭയങ്കരമായിട്ട് ഈ ഏരിയയിൽ ഇങ്ങോട്ട് വരുമ്പോൾ ഭയങ്കരമായിട്ട് മാറ്റം. കാരണം വെച്ചാല് ഇതെല്ലാം ഫുള്ള് കാടേനു. ഇത് ഫുള്ള് കാട്, ഒരാൾക്ക് നടക്കേണ്ട രീതിയിൽ മാത്രം എന്താണ് പറയാ, ചെറിയൊരു പെരിയ പോലെ. അങ്ങോട്ട് പോവാൻ കഴിയില്ല. അതാണ് ഞാൻ പണ്ട് തന്നെ വരാ. ഇപ്പൊ അവിടെ ആള് താമസം ഉണ്ടെന്ന് തോന്നുന്നു. ഡോറെല്ലാം തുറന്നിട്ടുണ്ട്, അപ്പൊ അങ്ങോട്ട് പോവാൻ കഴിയില്ല. അതൊക്കെ ഒരു അനുഭവം കേട്ടാ. ഓ, വെള്ളം കയറുന്ന സമയത്ത് പണ്ട് വെള്ളം കയറുമ്പോ ഇപ്പൊ ഞാൻ നിൽക്കുന്ന ഏരിയ ഇല്ലേ, ഈ ഏരിയയിൽ ഇത്രം വരെ വെള്ളം കയറും. ഞാൻ നിന്ന പെരയില്ല, ആ പെരന്റെ മിറ്റം വരെ വെള്ളം കയറും. അങ്ങോട്ട് പരക്കേക്ക് പോകണമെന്നുണ്ട്, പക്ഷെ ആളുണ്ട് തോന്നുന്നു അവിടെ. അതാണ് പോവാത്തത്. ചാമ്പക്ക മരം, പേരക്ക മരം. അതൊക്കെ ഒരു കാലം. പക്ഷെ പഴയ അതന്നെയാണ് മിസ് ചെയ്യുന്നത് കേട്ടോ. ഇപ്പം കുറച്ച് ഡെവലപ്പ് ആയിന്ന് വിചാരിച്ചിട്ടും ആ പഴയ എന്താണ് പറയാ, ഒരു മിസ്സിങ് ഉണ്ട് പഴയത്. ഇപ്പൊ എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ അല്ലേ. പഴയ നാട്, പഴയ കൂട്ടുകാർ, പഴയ സ്ഥലം, എത്ര പുതിയതായാലും പഴയ നമ്മളെന്തായാലും മിസ് ചെയ്യുമല്ലോ. ഇതിന്റെ അടിയിൽ നിന്നാണ് പണ്ടെന്നാണ് വലിയ വെള്ളങ്കര ഇറങ്ങിയ സമയത്ത് വലിയ മീനുകളുണ്ടാവും ഇതിന്റെ അടിയിൽ. ഇവിടുന്ന് മീൻ പിടിക്കുക. ഓ, ആയിക്കോട്ടെ കളി. ഇപ്പൊ ആള് വീട് പാർക്ക് ആക്കിന്ന് പറഞ്ഞ കാര്യം, ആളൊന്നും വരത്തില്ല. ഒന്ന് ഫുള്ള് കാട്, ചപ്പ്. പാർക്ക് ആക്കിയിട്ട് ഇവരെ കളഞ്ഞ്, കാരണം മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നില്ല ഇവര്. അതുകൊണ്ട് ഒന്നാമത് ആള് വരാത്ത, ഒന്നാമത് ആരും അറിയില്ല. ഈ ഏരിയ നല്ലൊരു കാടിനെ നടക്കുകയാണ്. എന്തോ പേര് പറയപ്പോ ഈ കായ്ക്ക്, പേരൊന്നും ഓർമ്മയില്ല. സാധനം കഴിക്കലുണ്ട് പണ്ട്. ശരിക്കും നല്ല മാറ്റം ഉണ്ട് കേട്ടോ. ഈ മാറ്റത്തിനെന്താണ് കാടും ചപ്പും കാരണങ്ങളെല്ലാം എല്ലാം പറയിപ്പിച്ച് ഒരു മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നില്ല.
എന്തെങ്കിലും ഫങ്ഷൻസ് വരുമ്പോൾ മാത്രമുള്ള പരിപാടി കാര്യങ്ങൾക്ക് മാത്രം വെക്കുന്ന സ്ഥലമാണ് ആയി മാറിയെന്ന് തോന്നുന്നു. കുറച്ചും കൂടി ആൾക്കാർ വരുന്ന നല്ല പാർക്കായി മാറി കേട്ടാ. പേരിന് മാത്രമേ പാർക്ക് എന്നുള്ളൂ. ഇതേപോലത്തെ നേരെ അപ്പുറം ഉണ്ടോന്ന്, ആ ഫുള്ള് കാട് പിടിച്ച് പാർക്ക് അല്ലാത്ത സമയത്ത് നല്ല സ്ഥലമായിരുന്നു. പാർക്ക് ആക്കിയതിന് ശേഷം മൊത്തം പോയി കച്ചറ കാര്യങ്ങള് മൊത്തമായിട്ടുള്ളത്. അപ്പൊ ശ്രീനിവാസനെല്ലാം ഉണ്ടല്ലോ, എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് ദാസാ. അത് ശരിയാ, സെറ്റപ്പ് നല്ല തണുപ്പുണ്ട് കേട്ടോ. ഇവിടെ മഴ വരുമ്പോ ഇടുന്നേട്ടാ, മഴ കൊള്ളില്ല. സ്റ്റേജ് ഇതാടാ, എന്തോ പരിപാടി വെക്കുമ്പോൾ മാത്രം ഉപയോഗിക്കാൻ വേണ്ടിയാടാ ഈ പാർക്കാക്കി തോന്നുന്നു. സ്റ്റേജ് ഉണ്ടാ, ഇവിടെ ബോട്ട് സർവീസും കൂടെ ആക്കിയ സൂപ്പർ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ നല്ല മാറ്റം ഉണ്ട് ഇങ്ങോട്ടേക്ക്. മാറ്റം ഉണ്ട് എന്നും പറയാ, മാറ്റം ഇല്ലാന്നും പറയാം. കാരണം ഞാൻ തന്നെ വെച്ച് നോക്കുമ്പോൾ നല്ല മാറ്റമാണ്. പക്ഷെ ഈ പാർക്ക് ആക്കിയതിന് ശേഷം പാർക്ക് എന്താണ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാത്തോണ്ട് ഒരു ഇതില്ല, രസമില്ല. തന്നെ സോളാറ് എല്ലാം സെറ്റപ്പ് ആക്കിന്, വലിയ പരിപാടി ആക്കേണ്ട പരിപാടിയെന്ന് തോന്നുന്നു. പക്ഷെ വിജയിച്ചിട്ടില്ലാണോ? കാരണം അവരെ പറഞ്ഞും കാര്യമില്ല. ഈ മഴ നല്ലോണം ഓവറായിട്ട് മഴ പെയ്യുന്ന സമയത്ത് പാർക്ക് മൊത്തം മുങ്ങും. പാർക്ക് മുങ്ങിയിട്ട് ഞാൻ ആദ്യം ആ ഞാൻ നിന്ന റോഡില്ലേ, ആ റോഡ് വരെ എന്താണ് വെള്ളം കയറും. അതുകൊണ്ടായിരിക്കാം തോന്നുന്നു അവർ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാത്തത്. ഇനി പാർക്കിന്റെ ഈ ഹൈറ്റിൽ, ഈ മേലെ കാണുന്ന ഈ ഹൈറ്റ് ഫുള്ള് വെള്ളത്തിലായിരിക്കും, ആ റോഡ് വരെ. എന്റെ ഞാൻ പെര കാണിച്ചതില്ല, ആ പെരന്റെ കണ്ടി, അതായത് മറ്റേ മതില് വരെ വെള്ളമായിരിക്കും. അങ്ങനെ കയറുന്ന സമയത്ത് പണ്ട് സ്കൂളിൽ പോണ്ട. ഇവിടുന്ന് പോയിട്ട് ഒരു 8 വർഷമൊന്നും അല്ലാന്ന് തോന്നുന്നു, ഒരു 10 വർഷത്തിന് മേലെയാന്ന് തോന്നുന്നു. 10-12 വർഷമായി തോന്നുന്നു ഇവിടുന്ന് പോയിട്ട്, എന്റെ അറിവ്. തന്നെ പക്ഷെ എന്റെ ഉപ്പയും ഉമ്മയും പങ്കളാണിയാലും ഇങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. ഞാനാണ് അന്ന് പോയതിന് ശേഷം ഇന്ന് വരുന്നത്. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.